ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ കോഴിക്കറി ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ രീതിയിലാണ്. അപ്പോൾ ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ്: സവാള അരിഞ്ഞതാണിത്. ഒരു 3-4 സവാള അരിഞ്ഞത് വേണം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഒരു 2 പഴുത്ത തക്കാളി അരിഞ്ഞതാണിത്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, ആ പേസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ വേണ്ടത് ചിക്കൻ. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. ഇനി നമുക്കൊരു ചൂടാക്കിയ ചെമ്പിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഉണ്ട് തക്കാളിയാണ്. അപ്പോൾ ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ടെടുത്തപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു പോവും. അതിനുശേഷം അരിഞ്ഞുവെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഉപ്പ് ചിക്കൻ ഇട്ടതിന് ശേഷം ഇടുന്നതാണ് നല്ലത്. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്യാം. ഇത് വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ആ മസാലയോട് നന്നായിട്ട് പിടിച്ചു കിട്ടണം. ചിക്കൻ ഇട്ടതിന് ശേഷം സാൾട്ട് ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു. കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കറി തിളച്ചു വരുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം. ഒരു 10-15 മിനിറ്റ് എടുക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാൻ. ഇപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കറി ബൗളിലോട്ട് ഇത് സെർവ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണിത്. വളരെ ഈസിയും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.